ആരോടും ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. 22-ാം അധ്യായം 13-ാം വാക്യവും വായിക്കാം. രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 13-ാം വാക്യം. രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 30-ാം വാക്യം. എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. വിശുദ്ധന്മാർ നിവർന്നു നിന്ന ദൈവത്തെ സ്തുതിക്കുമ്പോൾ വേറൊരു ഭാഗം ആളുകൾ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളപ്പെടുകയാണ്. അവിടെ യാതനയുടെ കരച്ചിലുണ്ട്, നിരാശയുടെ പല്ലുകടിയുണ്ട്. അവിടെ കരച്ചിലും പല്ലുകടിയുമുണ്ട്. വേദനയും യാതനയും ഏറ്റുള്ളതായ വലിയ കരച്ചിലുണ്ട്. അവിടെ അയ്യോ, എൻ്റെ നല്ല കാലങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ, അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ, അന്ന് എനിക്ക് തിരിഞ്ഞുകൊള്ളാമായിരുന്നു, അന്ന് എനിക്ക് ക്രിസ്തുവിനെ സ്വീകരിച്ചു കൊള്ളാമായിരുന്നു, അന്ന് എനിക്ക് ആയുസ്സുണ്ടായിരുന്നപ്പോൾ, എനിക്ക് സുബോധം ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് പാപമില്ലാത്ത ജീവിതം നയിച്ചോളാമായിരുന്നു. ആ നിരാശ കൊണ്ട്, അത് സാധിച്ചില്ലല്ലോ എന്നുള്ള നിരാശ കൊണ്ട്, അന്ന് അനുസരിച്ചില്ലല്ലോ എന്നുള്ള നിരാശ കൊണ്ട് പല്ലുകടിയും ഉണ്ടാകും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ഒരേ വാക്യം തന്നെ പലയിടങ്ങളിൽ നാം കാണുകയാണ്. കർത്താവ് തന്നെ പറഞ്ഞതാണ്. നിത്യനായ ദൈവം തന്നെ നേരിട്ട് അരുളി ചെയ്തതായ തിരുവചനമാണ്. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും.
സഹോദരങ്ങളെ, നീതിമാന്മാരുടെ സഭയിൽ വിശുദ്ധന്മാർ മാത്രമേ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയുള്ളൂ. മരിച്ചവർ എഴുന്നേറ്റതിനെ സ്തുതിക്കുമോ? മരിച്ചവർ എഴുന്നേറ്റ് സ്തുതിക്കണമെങ്കിൽ ഇവിടെ വെച്ച് നീതിമാനാകണം. ഇവിടെ വെച്ച് നീതിമാനായാൽ നിത്യപരിശുദ്ധ സഭയിൽ, നിത്യപരിശുദ്ധ സമൂഹത്തിൽ, നിത്യപരിശുദ്ധ സ്വർഗഭൂമിയിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അതാണ് 37-ാം സങ്കീർത്തനം ആദ്യ ഭാഗത്ത് പറയുന്നത്. 37-ാം സങ്കീർത്തനം ആദ്യ ഭാഗം 37-ാം സങ്കീർത്തനം 1-ാം വാക്യം ഒരു വായിക്കാം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. ദേശത്ത് പാർത്ത്, ഈ ഭൂമിയിൽ നീ പാർക്കുന്ന കാലത്ത് നീ വിശ്വസ്തതയോടെ നിൽക്കുക. എന്നാൽ ദൈവം നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഇവിടെ നാം ആഗ്രഹത്തോടെ പാടും, ഒരുപക്ഷെ അർത്ഥം അറിഞ്ഞുകൊണ്ട് തന്നെ പാടും. നീ സ്തുതിയും ഹാലേലുയായും കർത്താവേ ഞാൻ നിർത്തരുതേ എന്ന് പാടും. എന്നാൽ ഇവിടെ അങ്ങനെ പാടുന്ന മനുഷ്യൻ കർത്താവേ നിന്നെ സ്തുതിക്കുന്നതെന്ന് മൗനമായിരിക്കാനും നിന്നെ പോഴത്തിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാനും എനിക്ക് ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ, ആ പ്രാർത്ഥന അർത്ഥവത്തായി അനുഭവമാകണമെങ്കിൽ അവൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വിശ്വസ്തയോടെ നിൽക്കണം, ദൈവസനിൽ വിശ്വാസത്തോടെ നിൽക്കണം. ദേശത്ത് പാർത്ത് വിശ്വസ്തയാതിരിക്കുക, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും, ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും. അതാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ പറഞ്ഞത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. ഈ ഭൂമിയുടെ കാര്യമല്ല ഈ പറയുന്നത്. അവർ നിത്യസ്വർഗീയ ഭൂമിയെ അവകാശമാക്കും, നിത്യസ്വർഗീയ കനാൻ ദേശത്തെ അവകാശമാക്കും, നിത്യസ്വർഗീയ സിയോൻപുരി അവകാശമാക്കും, നിത്യസ്വർഗീയ മണ്ഡലത്തെ അവകാശമാക്കും. അവരവിടെ വസിക്കും. ഇവിടെ കയറി വരുവേൻ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ അവർ ഉയർത്തെഴുന്നേറ്റ് പറന്ന് ദൈവസന്നിധിയിലേക്ക് പറന്നെത്തി അവിടുത്തെ തൃപ്പാദം ഒത്തി അവിടെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കും. പ്രിയപ്പെട്ടവരെ, ആ മഹത്വമേറിയ പദവിക്കാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. അതിനുവേണ്ടിയാണ് നമ്മെ വിളിച്ച് കൂട്ടുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമുക്ക് തിരുവചനം തരുന്നത്. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് ആരാധനാ കേന്ദ്രങ്ങൾ? എന്തിനാണ് ആലയങ്ങൾ? എന്തിനാണ് ദൈവാലയങ്ങൾ? എന്തിനാണ് സുവിശേഷ യോഗങ്ങൾ? എന്തിനാണ് കൂട്ടായ്മകൾ? എന്തിനാണ് പ്രാർത്ഥനാ യോഗങ്ങൾ? പ്രിയപ്പെട്ടവരെ, എന്തിനാണത്? ഈ ധ്യാന യോഗങ്ങൾ എന്തിനാണ്? എന്താണ് ഇതിൻ്റെ എല്ലാ ലക്ഷ്യം? ഒന്നേ ഒന്നുള്ളൂ, വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ ചെന്ന് നിന്ന് ദൈവത്തെ സ്തുതിക്കണം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മഹത്വമേറിയ രാജ്യത്തിൽ അവകാശികളായി തീരണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറഞ്ഞത്? ദുഷ്ടന്മാർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. അവർ കരച്ചിലും പല്ലുകടിയുമുള്ള നരകത്തിൻ്റെ തീപ്പൊയ്യിലേക്ക് അവർ എറിയപ്പെടുകയാണ്. അതിനെക്കുറിച്ച് നാം തിരുവചനം വായിക്കുമ്പോൾ 1-ാം സങ്കീർത്തനം അവസാന വാക്യം ഇംഗ്ലീഷ് ബൈബിൾ ഇങ്ങനെയാണ് കാണുന്നത്. They shall not stand in the congregation of the righteous. നീതിമാന്മാരുടെ കോൺഗ്രിഗേഷനിൽ അവർ നിൽക്കുകയില്ല, അവരെത്തുകയില്ല, അവരോട് ചെല്ലുകയില്ല. ദുഷ്ടന്മാർ they shall not stand in the congregation of the righteous. പ്രിയപ്പെട്ടവരെ, അതെങ്ങനെയുള്ള ദിവസമാണ്? അവിടെ ചെന്ന് ചേരുന്നതായ ദിവസം. But for sinners they are not safe on judgment day. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ സൂചിപ്പിച്ചതാണ്. ഒരു ജഡ്ജ്മെൻറ്റ് ഡേ ഉണ്ട്. ആ ജഡ്ജ്മെൻറ്റ് ഡേയിൽ, ന്യായവിസ്താര ദിവസത്തിൽ they are not safe. But for sinners, പാപികളെ സംബന്ധിച്ചിടത്തോളം അവർ സേഫ് അല്ല, അവർ സുരക്ഷിതമല്ല. They shall not stand among the godly. അവർ ദൈവീകമായതിൻ്റെ കൂടെ നിൽക്കുകയില്ല. സ്നേഹിതരെ, അവിടെ 7 കാര്യങ്ങൾ നമുക്ക് കാണാം. 7 തരത്തിലുള്ളതായ വേർതിരിവുകൾ. ഒന്നാമത്തെ വേർതിരിവ് എന്താണ്? അവിടെ ആ ദിവസം, ന്യായവിസ്താര ദിവസം, എ ഡേ ഓഫ് ഡിസ്കവറി. അത് എല്ലാം തുറന്നു കാണിക്കുന്നൊരു ദിവസമാണ്. എല്ലാം കണ്ടുപിടിക്കപ്പെടുന്ന ദിവസമാണ്. എല്ലാം മറിഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്താവുന്ന ദിവസമാണ്. എല്ലാ രഹസ്യങ്ങളും വെളിപ്പെടും. സഹോദരങ്ങളെ, നാം വളരെ ഗൗരവമായി കേൾക്കുക. ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസ്കവറി. അത് അനാച്ഛാദനത്തിൻ്റെ ദിവസമാണ്. അത് കാര്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന ദിവസമാണ്, തുറന്ന് കാണിച്ചു തരുന്ന ദിവസമാണ്. എല്ലാവരും കാണും. അബാലവൃദ്ധം സകലമാന പേരും കൂടി നിൽക്കുമ്പോൾ ജീവൻ്റെ പുസ്തകം തുറക്കും, ദൈവസന്നിധിയിലുള്ളതായ സ്മരണയുടെ പുസ്തകം തുറക്കും.
എന്നിട്ട് ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്ക് ന്യായവിധി ഉണ്ടാകും. അപ്പോൾ പുസ്തകങ്ങൾ തുറന്ന ഓരോരുത്തരുടെ പേരിലും എല്ലാം വായിച്ച് കേൾപ്പിക്കും. സഹോദരങ്ങളെ, എന്താണ് പറയുന്നത്? ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസ്കവറി. അത് ഒരു അനാച്ഛാദന ദിനമാണ്. അത് എല്ലാം വെളിപ്പെടുന്ന ദിവസമാണ്. രണ്ടാമതായി ആ ദിവസത്തിൻ്റെ മറ്റൊരു പ്രത്യേകത അത് തന്നെയാണ്, എ ഡേ ഓഫ് ഡിസേൺമെൻറ്റ്. തെറ്റും ശരിയും തിരിയുന്നു, കളയും നെല്ലും തിരിയുന്നു. ഡിസേൺമെൻറ്റ്, വിവേചനത്തിൻ്റെ ദിവസമാണ്, ന്യായവിസ്താര ദിവസം. അത് ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസേൺമെൻറ്റ്. അത് വിവേചനത്തിൻ്റെ ദിവസമാണ്. എല്ലാം വകതിരിച്ച് മനസ്സിലാക്കും. ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത, ഏതാണ് ദൈവികം, ഏതാണ് പൈശാചികം, ഏതാണ് വെളിച്ചത്തിൻ്റെ ശക്തി, ഏതാണ് അന്ധകാര ശക്തി. രണ്ടും രണ്ടായി തിരിയും. ഡിസേൺമെൻറ്റ്. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക സഹോദരങ്ങളെ, അന്ന് അവിടെ വെച്ച് എല്ലാം ഡിസൈൻ ചെയ്യും. ഓരോരുത്തരുടെയും ജീവിതം ഡിസൈൻ ചെയ്യും, ഓരോരുത്തരുടെയും സ്വഭാവം ഡിസൈൻ ചെയ്യും. ഓരോരുത്തരും ദൈവത്തിനാണോ ഇടം കൊടുത്തത് അതോ പിശാചിനാണോ ഇടം കൊടുത്തത് എന്ന് തെളിയുന്ന ഒരു ദിവസമായിരിക്കും. ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസ്കവറി, ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസേൺമെൻറ്റ്. മൂന്നാമതായി ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസ്റ്റിങ്ഷൻ. ഡിസ്റ്റിങ്ഷൻ്റെ ദിവസമായിരിക്കും. അത് ഒരു പ്രത്യേക വ്യത്യാസം കാണിക്കുന്ന ദിവസമായിരിക്കും. ഡിസ്റ്റിങ്ഷൻ്റെ ദിവസമായിരിക്കും. ഒരു പ്രത്യേക വ്യത്യാസം കാണിക്കും. എങ്ങനെയാണ്? ഓരോരുത്തൻ്റെ അവസ്ഥ എവിടെയാണ്? ഓരോരുത്തൻ്റെ സ്ഥിതി എന്താണ്? ഡിസ്റ്റിങ്ഷൻ കാണിക്കും. ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസ്റ്റിങ്ഷൻ. പ്രത്യേകമായ വേർതിരിവ്, പ്രത്യേകമായ ഡിസ്റ്റിങ്ഷൻ, പ്രത്യേകമായ വ്യത്യാസം കാണിക്കും. മാത്രമല്ല ഇറ്റ്സ് എ ഡേ ഓഫ് ഡിവിഷൻ. അത് ഒരു വിഭജനത്തിൻ്റെ ദിവസമായിരിക്കും. എല്ലാ വാക്കുകളും ഡി കൊണ്ടാണ് ആരംഭിക്കുന്നത്. ഡേ ഓഫ് ഡിവിഷൻ, വിഭജനത്തിൻ്റെ ദിവസം. രണ്ടായി വിഭജിക്കപ്പെടും, രണ്ടായി വിഭജിക്കും. ഡേ ഓഫ് ഡിവിഷൻ. എൻ്റെ സഹോദരങ്ങളെ, അതിലേക്ക് നാം എല്ലാവരും ചെല്ലും. ഈ ഭൂമിയിൽ വസിക്കുന്ന എല്ലാവരും, ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവരും മരിച്ചതിന് ശേഷം അഥവാ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം എല്ലാവരും അവിടെ എത്തും. ഇറ്റ്സ് എ ഡേ ഓഫ് ഡിവിഷൻ. മാത്രമല്ല ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ഫൈനൽ ഡിസിഷൻ. അവസാന തീരുമാനത്തിൻ്റെ ദിവസം, അവസാന തീർപ്പിൻ്റെ ദിവസം. അവസാനമായി തീർപ്പ്, പിന്നെ തീർപ്പില്ല, അവസാനത്തെ തീർപ്പാണ്. ഞാൻ ഭയത്തോടെ പറയട്ടെ സഹോദരങ്ങളെ, ഇത് നാം ഗ്രഹിക്കുകയാണെങ്കിൽ നാം ഇന്ന് ക്രിസ്തുവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചു തുടങ്ങും. ഇന്ന് ക്രിസ്തുവിൻ്റെ കരുണയുടെ അത്ഭുത കൃപയിലേക്ക് നാം പ്രവേശിക്കും. ഇന്ന് ക്രിസ്തുവിൻ്റെ കരവലയത്തിലേക്ക് നാം ചെല്ലും. ഇന്ന് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ കൊടിക്കീഴിലേക്ക് നാം അടുക്കും. ഒരു സഭയിലേക്ക് അടുക്കാനല്ല ഞാൻ പറഞ്ഞത്, ഒരു സമുദായത്തിലേക്ക് അടുക്കാനല്ല പറഞ്ഞത്, ഒരു മതത്തിലേക്ക് അടുക്കാനല്ല പറഞ്ഞത്, പ്രിയപ്പെട്ടവരെ ഒരു കൂട്ടായ്മയിലേക്ക് അടുക്കാനല്ല പറഞ്ഞത്. ക്രിസ്തുവിൻ്റെ ഗോകുൽത്തായിലെ കുരിശിലെ സ്നേഹത്തിൻ്റെ ചുവട്ടിലേക്ക് നിങ്ങൾ അടുക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഗോകുൽത്തായിൽ വെളിപ്പെടുത്തിയ കുരിശിലെ സ്നേഹത്തിൻ്റെ ചുവട്ടടിയിലേക്ക് നാം എല്ലാം ഓടിയണയും. എന്തുകൊണ്ട്? ഇറ്റ്സ് എ ഡേ ഓഫ് ദ ഫൈനൽ ഡിസിഷൻ. അവസാന ഡിസിഷൻ, അവസാന തീരുമാനം, അവസാന തീർപ്പ്. ഫൈനൽ ഡിസിഷൻ. ദൈവത്തിന് സ്തോത്രം. അന്നാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അവിടെ വെച്ചാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ സിംഹാസനത്തിന് മുമ്പിൽ വെച്ചാണ് എല്ലാം തീരുമാനിക്കപ്പെടുന്നത്. അവസാന തീർപ്പ്, ഫൈനൽ ഡിസിഷൻ. മാത്രമല്ല ദൈവത്തിന് സ്തോത്രം, ഇറ്റ് ഇസ് ദ ഡേ ഓഫ് ഡിസ്ഗ്രേസ്. കഷ്ടം. അതൊരു അപമാനത്തിൻ്റെ ദിവസമാണ്. അവമാനം സംഭവിക്കുന്നു. അയ്യോ, ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസ്ഗ്രേസ്. അത് അവമാനം സംഭവിക്കുന്ന ദിവസമാണ്. ആർക്ക്? പാപികൾക്ക്, ദൈവഭയമില്ലാത്തവർക്ക്, ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ദൈവബോധമില്ലാതെ ജീവിച്ചവർക്ക്, ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള കഴികൾ പ്രാപിക്കാതെ ജീവിച്ചവർക്ക്, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ താങ്കൾക്ക് തോന്നിയതുപോലെ എന്തും ചിന്തിച്ചും എന്തും പറഞ്ഞും എന്തും പ്രവർത്തിച്ചും അങ്ങനെ ഏറ്റവും ഹീനമായി ജീവിച്ചവർക്ക്, ആർക്കും നിയന്ത്രിക്കാനാകാതെ തോന്നിയതുപോലെ ജീവിച്ചവർക്ക്, അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ്സ് എ ഡേ ഓഫ് ഡിസ്ഗ്രേസ്. ഒരു വലിയ അപമാനം സംഭവിക്കുന്നു. വലിയ അപമാനം. എല്ലാവരും കാണുക, നാശത്തിലേക്ക് പോകേണ്ടി വരുന്നു. എല്ലാവരും കാണുക, നിത്യ അന്ധകാരത്തിലേക്ക് പോകേണ്ടി വരുന്നു. എല്ലാവരും കാണുക, നിത്യയാതനയിലേക്ക് നീങ്ങേണ്ടി വരുന്നു. എല്ലാവരും കാണുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളത് മനസ്സിൽ ചിന്തിക്കുമ്പോൾ അപ്പോഴാണ് ആ ഭയാനകമായ ദിവസത്തിൻ്റെ ഗൗരവം നിങ്ങൾക്ക് സ്വന്തമായി അനുഭവവേദ്യമായി തീരുന്നത്. ആരെല്ലാം കാണും?
ദൈവത്തിന് സ്തോത്രം. ആരെല്ലാം അത് കാണും? ഇന്ന് ഞാൻ ഭരിച്ചുകൊണ്ടിരുന്നവർ, ഇന്ന് ഞാൻ അടക്കി വാണുകൊണ്ടിരുന്നവർ, ഇന്ന് ഞാൻ ശാസിച്ച് നടത്തിക്കൊണ്ടിരുന്നവർ, അവരെല്ലാം അയ്യോ എൻ്റെ കർത്താവേ, അവരെല്ലാം ദൈവസന്നിധിയിൽ കാണപ്പെടുകയും ഞാൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇതെല്ലാം അടക്കി വാഴുകയും ഭരിക്കുകയും എല്ലാവരും ഉപദേശിക്കുകയും ചെയ്തെങ്കിലും ഞാൻ നിത്യ അന്ധകാരത്തിലേക്ക് പോകേണ്ടി വന്നാൽ എത്രയോ വലിയ അവമാനമാണത്, എത്രയോ വലിയ ഡിസ്ഗ്രേസാണത്, എത്രയോ വലിയ കെടുതിയാണത്. ഇറ്റ് ഈസ് എ ഡേ ഓഫ് ഡിസ്ഗ്രേസ്. മാത്രമല്ല, ഇറ്റ് ഈസ് ദ ഡേ ഓഫ് ഇറ്റേണൽ ഡാർക്ക്നെസ്. അത് അവസാന കൂരിരുട്ടിൻ്റെ ദിവസം, അവസാന കൂരിരുട്ട്. എൻ്റെ ദൈവമേ, ആ ഭയാനകമായ കൂരിരുട്ടിലേക്ക് നാം ആരും പോകാനിട വരരുത്. അന്തിമമായ അന്ധകാരത്തിൻ്റെ ദിവസം, അന്തിമ അന്ധകാരം, ഇറ്റേണൽ ഡാർക്ക്നെസ്, നിത്യ അന്ധകാരം. സഹോദരങ്ങളെ, ഇന്ന് എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യാം? ആര് ചോദിക്കാൻ? മാതാപിതാക്കൾ ചോദിച്ചാൽ വിലയുണ്ടോ? അധ്യാപകർ പറഞ്ഞാൽ വിലയുണ്ടോ? നമ്മുടെ മുതിർന്നവരാരെങ്കിലും പറഞ്ഞാൽ വിലയുണ്ടോ? ആരെ അനുസരിക്കണം? തോന്നിയതുപോലെ ജീവിക്കാം. ആർക്കും വിധേയത്വമൊന്നുമില്ല. എന്നാൽ ഒരു ദിവസം വരും, എൻ്റെ ദൈവമേ, അന്ന് ഏറ്റവും ഭയാനകമായ കൂരിട്ടിലേക്ക് തള്ളപ്പെടാനൊരു സാധ്യതയുണ്ട് എന്ന് നാം അറിഞ്ഞാൽ നാം ജീവിതം ക്രമീകരിക്കും. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിച്ചു കേൾക്കാം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ദൈവമേ, ദൈവത്തിന് സ്തോത്രം. എന്താണ് കേട്ടത്? ആ ഭയാനകമായ ദിവസം, ആ അന്തിമമായ ദിവസം, അന്തിമമായ അവമാനത്തിൻ്റെ ദിവസം, അന്തിമമായ വിധിയുടെ ദിവസം, അന്തിമമായ തീർപ്പിൻ്റെ ദിവസം, അന്തിമമായ ഇരുളിൻ്റെ ദിവസം, എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്തിമമായ വിഭജനത്തിൻ്റെ ദിവസം, അന്തിമമായ വിവേചനത്തിൻ്റെ ദിവസം, അന്തിമമായ ആ ഏറ്റവും ഭയാനകമായ അന്ധകാരത്തിൻ്റെ ദിവസം. അന്ന് ആ ഭയാനകമായ ദിവസത്തിൽ നാം ആരും പോകേണ്ടി വരികയില്ല. ഇപ്പോൾ അതിൽ നിന്ന് മോചനം നേടാം. അതിനെന്താണ് ചെയ്യേണ്ടത് എന്ന് പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു തരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവത്തിന് സ്തോത്രം. നമുക്ക് നോക്കാം, വായിക്കാം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം. എബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അപ്പോസ്തലനെക്കുറിച്ച് ഒന്നുകൂടി വിശദമാക്കി തരുന്നുണ്ട്. എന്താണ് പറയുന്നത്? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി, മരണത്തിൻ്റെ അധിപതിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി, ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ആര്? ക്രിസ്തു എന്ത് ചെയ്തു? ക്രിസ്തു എല്ലാ മനുഷ്യരെയും പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിൽ തിരുവോധാരം ചെയ്തു. അവിടുന്ന് എന്താണ് നിവർത്തിച്ചത്? മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. സാധാരണപ്പെട്ട ഒരു മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജനിച്ചു, ഈ ഭൂമിയിൽ ജീവിച്ചു. എന്നിട്ട് അവിടുന്ന് മരിച്ചതോ? അവിടുന്ന് മരണത്തിന് അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ആത്മാവിൻ്റെ മരണത്തിൻ്റെ ഭീതിയിലും ആത്മാവിൻ്റെ മരണം മൂലം വരുന്ന ശിക്ഷാവിധിയുടെ ഭീതിയിലും കഴിഞ്ഞുകൂടുന്നവരെ എല്ലാവരെയും ക്രിസ്തു വിടുവിച്ചു. ക്രിസ്തു സ്വതന്ത്രരാക്കി. പിശാചിനെ മാറ്റി, അന്ധകാര ശക്തിയെ ദൂരീകരിച്ചു. മനുഷ്യനെ അടക്കി വാണുകൊണ്ടിരുന്ന പൈശാചിക ശക്തിയെ മാറ്റി, മനുഷ്യനെ തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ദുഷ്ടാത്മാക്കളെ മാറ്റി, എല്ലാ ദുരാത്മാക്കളെയും മാറ്റി, എല്ലാ സാത്താന്യ ദുരാത്മാക്കളെയും മാറ്റി, എല്ലാ വിധ്വംസ ശക്തികളെയും മാറ്റി. ക്രിസ്തു എന്ത് ചെയ്തു? ഈ തൻ്റെ മരണത്താൽ മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കി. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ശിക്ഷാവിധിയിൽ നിന്ന് മോചനം കിട്ടുകയാണ്. ഈ ഡിസ്ഗ്രേസ് നേരിടേണ്ടി വരികയില്ല.
ഈ അന്തിമ തീർപ്പിൽ നാം നിരാശരാകേണ്ടി വരികയില്ല. ഈ ഒടുവിലത്തെ അന്ധകാരത്തിലേക്ക് നാം തള്ളപ്പെടേണ്ടി വരികയില്ല. ഒടുവിലത്തെ വിഭജനത്തിലും ഒടുവിലത്തെ വിവേചനത്തിലും നാം അകപ്പെട്ട് നാം നിരാശയോടെ പോകേണ്ടി വരികയില്ല. ഇപ്പോൾ ക്രിസ്തുയേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കൂ, എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമാണ്. നിങ്ങളതിനുവേണ്ടി പൈസ മുടക്കണ്ട, അതിനുവേണ്ടി നിങ്ങൾ കാണിക്കയിടണ്ട, അതിനുവേണ്ടി നിങ്ങൾ സംഭാവന കൊടുക്കണ്ട, അതിനുവേണ്ടി നിങ്ങൾ തപസ് ചെയ്യാൻ പോകണ്ട. പ്രിയപ്പെട്ടവരെ, അതിനുവേണ്ടി നിങ്ങൾ ഒരു ചെലവും ചെയ്യണ്ട. ആകെ വേണ്ടത്, എനിക്ക് വേണ്ടി ക്രൂസിൽ വെച്ച രക്ഷകനായ ക്രിസ്തു എൻ്റെ പാപം പേറി കുരിശിൽ മരിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. ആ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. ക്രിസ്തുവിനായി നിങ്ങളുടെ ഹൃദയം വിട്ടുകൊടുക്കുക. നിങ്ങളുടെ ഭാവി ക്രിസ്തുവിനെ ഏൽപ്പിക്കുക. ക്രിസ്തുവിൻ്റെ ഹൃദയപ്രകാരം മാത്രം ഞാൻ ജീവിക്കുമെന്ന് ഒരു പുതിയ ഉടമ്പടി ചെയ്യുക. അപ്പോൾ ക്രിസ്തു നിങ്ങളുടെ തലമേൽ ഇറങ്ങും. ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരും. ഗോകുൽത്തായിലെ കുരിശിൽ മരിച്ചവൻ നിങ്ങളുടെ മാറിൽ തലചായ്ക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അരിമത്തിക്കാരൻ യോസേപ്പിൻ്റെ കല്ലറയിൽ കിടന്നവൻ അവൻ ഉയർത്തെഴുന്നേറ്റ് വന്ന് നിങ്ങളുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളിലും വ്യാപരിക്കും. അവൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കാൻ തുടങ്ങും. അവൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിശുദ്ധിയിലൂടെ പടിപടിയായി മുന്നോട്ട് കൊണ്ടുപോകും. നിങ്ങളെ സ്നേഹത്തിലും സത്യത്തിലും അവൻ വഴി നടത്തും. നിങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അവൻ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, ആരും ഭയപ്പെടേണ്ട ആവശ്യമില്ല, ആരും പേടിച്ച് പിന്മാറേണ്ട ആവശ്യമില്ല, ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ആരും നിത്യ അന്ധകാരത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഒന്നേ വേണ്ടൂ, ഒറ്റയ്ക്കൊരു കാര്യം മാത്രം. ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി, നാഥാ, ഇത്രയും കാലം ഞാൻ പാവിയായി ജീവിച്ചു, ഇത്രയും കാലം ഞാൻ തിന്മയ്ക്ക് അടിമയായി ജീവിച്ചു, ഇത്രയും കാലം മരണത്തിൻ്റെ അധികാരിയായ പിശാചിന് ഞാൻ വിധേയപ്പെട്ട് ജീവിച്ചു. എൻ്റെ ദൈവമേ, ഞാൻ സുബോധമില്ലാത്തവനെ പോലെ ജീവിച്ചു. എൻ്റെ നാഥാ, ഞാൻ വിവരം കെട്ടവളെ പോലെ ഞാൻ ജീവിച്ചു. എൻ്റെ ദൈവമേ, ഇന്ന് ഈ വചനം കേട്ടതുകൊണ്ട് എനിക്കൊരു കാര്യം മനസ്സിലായി. യേശു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തൻ്റെ കുറ്റമില്ലാത്ത രക്തം ചിന്തി എന്ന്. യേശു എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്ന് ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എനിക്ക് കൂടുതലൊന്നും മനസ്സിലാകുന്നില്ല, കൂടുതൽ അറിവ് എനിക്ക് കിട്ടുന്നില്ല, കൂടുതൽ എനിക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ചെറിയ ബുദ്ധിയിൽ കൂടുതലൊന്നും മനസ്സിലാവുകയില്ല. ഇത്രയും നീ എനിക്ക് മനസ്സിലാക്കി തന്നു. ഞാനൊരു പാപിയാണ്, നീ എൻ്റെ രക്ഷകനാണ്. യേശുവേ, എനിക്കത് മനസ്സിലായി. ഞാനൊരു പാപിയാണ്, നീ എൻ്റെ രക്ഷകനാണ്. എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കാനാണ് നീ ക്രൂസിൽ മരിച്ചത്. ഇത്രയും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് കർത്താവേ, ഇന്ന് ഞാൻ തിരുമേനിയോട് യാചിക്കുന്നു, നീ അന്ന് അരിമത്യക്കാരൻ യോസേപ്പിൻ്റെ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് നിനക്കായി സമർപ്പിക്കുന്ന അനേകരുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് പോലെ ഇന്ന് നാഥ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. എൻ്റെ ഹൃദയത്തിലേക്ക് നീ പ്രവേശിക്കണമേ. എന്നെ മുഴുവനായി രൂപാന്തരപ്പെടുത്തണമേ. എന്നെ നിൻ്റെ വകയാക്കി മാറ്റണമേ. എൻ്റെ നിന്റെ കരം വെക്കണമേ. നിന്റെ തിരുരക്തത്താൽ എന്നെ, എൻ്റെ കർത്താവേ, നീ മുദ്ര അണിയിച്ച് വേർതിരിക്കണമേ. എൻ്റെ മേൽ നിന്റെ നാമം എഴുതണമേ. എൻ്റെ നെറ്റിയിൽ നിന്റെ നാമം എഴുതണമേ. എൻ്റെ നെറ്റിയിൽ സ്വർഗീയ രാജാധിരാജന്റെ നാമം എഴുതി എന്നെ വേർതിരിക്കണമേ. എൻ്റെ മേൽ ക്രൂസിലെ തിരുരക്തത്തിന്റെ മുദ്ര പതിപ്പിക്കണമേ. എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി മാറ്റണമേ. പാപത്തോടും പാപ ഇമ്പങ്ങളോടും യാത്ര പറഞ്ഞ് പുതിയ ജീവിതം നയിപ്പാൻ ഞാനിതാ തിരുമുൻപാകെ ഒരു ഉടമ്പടി ചെയ്യുന്നു. എൻ്റെ മേൽ നിന്റെ കരം വെക്കണമേ. ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, ആരെല്ലാം സമർപ്പിക്കുന്നുണ്ട്, ആരെല്ലാം ജീവിതം ക്രിസ്തുവിന് കൊടുക്കുന്നുണ്ട്, ആരെല്ലാം യേശുവിനോട് വാക്ക് പറയുന്നുണ്ട്, ഒരു നിമിഷം വൈകാതെ നിങ്ങൾ യേശുവിനായി നിങ്ങളുടെ ജീവിതം വിട്ടുകൊടുക്കുവീൻ. യേശുവിനോട് പറയുവീൻ, യേശുവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. യേശുവേ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, ജീവനുള്ള ദൈവമേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. വചനം കേട്ട് എല്ലാവരെയും തഴുകണമേ കർത്താവേ. ജീവിതത്തിൻ്റെ ഭയം മാറ്റുന്ന ക്രിസ്തുവിനെ, ജീവിതത്തിൻ്റെ ആകുലം മാറ്റുന്ന ക്രിസ്തുവിനെ, ജീവിതത്തിൻ്റെ പാപം മാറ്റുന്ന ക്രിസ്തുവിനെ, ജീവിതത്തിൻ്റെ തിന്മകൾ മാറ്റുന്ന ക്രിസ്തുവിനെ, ജീവിതത്തിൽ നിന്ന് പൈശാചിക ബന്ധങ്ങൾ അഴിക്കുന്ന ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് ശാപമുക്തരായി ഓരോരുത്തരും നിന്നെ സ്തുതിപ്പനിടയാക്കണമേ. എല്ലാവരുടെയും നാവിൽ സ്തുതി കൊടുക്കണമേ. ആ സ്തുതി നിത്യതയോളം പുലരുന്നതാണെന്ന് അനുഭവിക്കാനുള്ള കൃപ നൽകണമേ. എല്ലാവരെയും വാഴ്ത്തണമേ. രോഗസൗഖ്യം വഹിക്കണമേ കർത്താവേ. ബാധകൾ മാറ്റണമേ കർത്താവേ. എല്ലാ ശാപങ്ങളും ദോഷങ്ങളും നീക്കണമേ കർത്താവേ. കുടുംബങ്ങളിലേക്ക് സമാധാനം അയക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുനാഥൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ.